ബി.ജെ.പിക്ക് ജുഡീഷ്യറിയിൽ ഏറ്റവും വലിയ അന്തകനായിരുന്നു ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ പോരാട്ടം നയിച്ച ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി.ആർ. ഗവായി. ഗവായിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും കേന്ദ്രമന്ത്രിസഭയ്ക്ക് വിലങ്ങുതടിയായിരുന്നു. സുപ്രീം കോടതിയുടെ കടുത്ത നടപടിക്ക് പലപ്പോഴായി തുഷാർ മേത്ത വിധേയപ്പെടേണ്ടി വരുന്നു എന്നത് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ അപമാനമായിരുന്നു. പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ചീഫ് ജസ്റ്റിസിന്റെ കൺമുമ്പിൽ നടക്കുമ്പോൾ നിസ്സഹായനായി അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വരുന്നു എന്ന പ്രസ്താവന പോലും അത് ശരിവയ്ക്കുന്ന തരത്തിലാണ്. നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ചീഫ് ജസ്റ്റിസിനോട് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോഴും ചീഫ് ജസ്റ്റിസ് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഇരിക്കുന്ന കസേരയോട് നിങ്ങൾ നീതികേട് കാണിക്കരുത്. ഒടുവിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ ശരിവയ്ക്കുന്ന തരത്തിലേക്കായി കാര്യങ്ങൾ. അതായത് ഉപരാഷ്ട്രപതി പോലും നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തോട് ഒരിക്കലും സമരസപ്പെടാത്ത ചീഫ് ജസ്റ്റിസ് തന്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് സുപ്രീം കോടതിയുടെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ബി.ആർ. ഗവായി ഓരോന്നായി തെളിയിച്ചു കാണിച്ചു. മറ്റുള്ള ജഡ്ജിമാർ, അതായത് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലുമൊക്കെ ഇരിക്കുന്ന ജസ്റ്റിസുമാർക്ക് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഷൂ എയർ വരെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ബി.ജെ.പി നേതാക്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതായത് സംഘപരിവാറിന്റെ അജണ്ടകളെ ഇത്രയധികം നഖശികാന്തം വിതർത്ത ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. കാരണം 80കൾക്ക് ശേഷമാണ് ബി.ജെ.പിയുടെ ഉദയം. 2014 അവർക്ക് ആദ്യമായി കേവല ഭൂരിപക്ഷം കിട്ടിയത്. ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ് ചെയ്യുന്ന പാനൽ കമ്മിറ്റിയിൽ ഉണ്ടായില്ല? ജുഡീഷ്യറിയുടെ ഒരു പ്രതിനിധി എന്നത് ശരിവയ്ക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. എന്നാൽ അവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെ ചേർന്ന് പാതിരാ നാടകം കളിച്ച് ജ്ഞാനേഷ് കുമാറിനെ നിയമിക്കുന്നു. ജ്ഞാനേഷ് കുമാർ SIR പോലുള്ള പൊട്ടത്തരങ്ങൾ കാണിച്ച് ഈ രാജ്യത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നു. ബി.ജെ.പി അവരുടെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ പോലും അത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കുന്നു. ഇതെല്ലാം ഈ ചീഫ് ജസ്റ്റിസ് ഇരുന്ന കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അത്രയേറെ പോരാട്ടം അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു. ബി.ആർ. ഗവായിക്കെതിരെ വധഭീഷണി ഉൾപ്പെടെ വന്നപ്പോഴും അദ്ദേഹം അടിപതറിയില്ല. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ബി.ജെ.പിയുടെ ഏതെങ്കിലും അപകർഷണം കണ്ടു നടക്കുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റുകളെ പോലെയുള്ള ആളല്ല ബി.ആർ. ഗവായി. അദ്ദേഹം നട്ടലുള്ള ഒരു ജഡ്ജിയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.